പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നോട് ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. എങ്ങനെ ഒരു കുറഞ്ഞ ചിലവിൽ നമുക്കൊരു ബ്ലൂടൂത്ത് സ്പീക്കർ സെറ്റ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഇവിടെ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. അതിനുവേണ്ടി 1-2 കമ്പോണൻസ് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഒന്ന് ഇതുകൊണ്ട് ഒരു ബ്ലൂടൂത്തിന്റെ മൊഡ്യൂൾ മേടിച്ചിട്ടുണ്ട്. ഇതിന് ഏകദേശം 120 രൂപ ആയിട്ടുള്ള വില. അതുകൊണ്ട് ഞാൻ ഓൺലൈനാണ് മേടിച്ചത്. അതുകൊണ്ട് തന്നെ മറ്റൊരു സാധനമാണ് 5 വോൾട്ടിന്റെ ഒരു ആംപ്ലിഫയർ ബോർഡ്. അപ്പം ഇത് രണ്ടും വെച്ചോണ്ടാണ് ഞാൻ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് രണ്ടിനോട് ഏകദേശം ഒരു 150 രൂപയ്ക്ക് അകത്തായിട്ടുള്ള വില. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ഇതുകൊണ്ടൊക്കെ ഒരു ബാറ്ററി. ഈ ബാറ്ററി എന്റെ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ പവർ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇതുണ്ടാക്കുന്ന വീഡിയോയിലോട്ട് കിടക്കാം. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബോക്സ് മറ്റു കാര്യങ്ങൾ ഉണ്ടാക്കുന്നൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇതെല്ലാം അതിനകത്തോട്ട് സെറ്റ് ചെയ്യാനായിട്ട് കാണിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളിൽ എന്തൊക്കെ സാധനം ഉണ്ടോ അത് വെച്ച് നിങ്ങൾ ബോക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യം തന്നെ ഈ ബ്ലൂടൂത്തിന്റെ ഈ മൊഡ്യൂളിൽ നിന്ന് നമുക്ക് ഈ ആംപ്ലിഫയറിന്റെ ഈ ബോർഡിലോട്ട് നമുക്കിത് സോൾവ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ആംപ്ലിഫയറിന്റെ ബോർഡിലും ഈ ബ്ലൂടൂത്തിന്റെ മോഡിലും ഒരേ കോഡ് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കത് വെച്ചിട്ട് ഈ വയറെല്ലാം സോൾവ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ പവറിന്റെ അല്ല സോൾവ് ചെയ്യുന്നത്, നേരെ മറിച്ച് നമ്മുടെ ഈ ഓഡിയോ പോകുന്നത് ആണ് ഞാൻ ഈ സോൾവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കണ്ടുപിടി ഇങ്ങനെ എഴുതിയിട്ടുണ്ട് A6 പിന്നെ L എന്നൊക്കെ ഒരു കോഡ് നമ്പർ ഇതിനിടയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ആംപ്ലിഫയറിന്റെ ബോർഡിനകത്തും അതേ ഒരു കോഡ് നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇതേ നമ്പറിലോട്ട് തന്നെ ഇത് നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈ ഓഡിയോ ബോർഡിന്റെ 3 കണക്ഷനും സോൾവ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ സ്പീക്കറിലോട്ട് പോകുന്നതാണ് കണക്ട് ചെയ്യുന്നത്. അത് നമുക്ക് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടുള്ള 2 സ്പീക്കർ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ അതിനകത്ത് റൈറ്റിലോട്ടുള്ള ഒറ്റ സ്പീക്കറിന്റെ കണക്ഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ലെഫ്റ്റിലോട്ടുള്ള പോകുന്ന സ്പീക്കറിന്റെ കണക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഒറ്റ സ്പീക്കറെ കൊടുക്കുന്നുള്ളൂ, അതുകൊണ്ട് റൈറ്റിലോട്ട് പോകുന്നത് മാത്രമാണ് ഞാൻ സോൾവ് ചെയ്തെടുക്കുന്നത്. 5 വോൾട്ടിന്റെ പവർ സപ്ലൈ ഞാൻ ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിനും ഈ ആംപ്ലിഫയർ മൊഡ്യൂളിനും ഒരേ കണക്ഷനാണ് കൊടുക്കുന്നത്. ഇതിന് പവർ സപ്ലൈ ആയിട്ട് എടുത്തിരിക്കുന്നത് ഒരു 3 വോൾട്ടിന്റെ ബാറ്ററിയാണ്. ഈ ബാറ്ററിക്ക് ഞാൻ റീചാർജ് ചെയ്യാൻ വേണ്ടി ഒരു റീചാർജ് മൊഡ്യൂളിലൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബാറ്ററിയിൽ നിന്ന് ബ്ലൂടൂത്ത് മൊഡ്യൂളിന്റെ കണക്ഷനിലോട്ടും അതുകൊണ്ട് തന്നെ ഈ ബോർഡിന്റെ കണക്ഷനിലോട്ടുള്ള ഒറ്റ കണക്ഷനായിട്ട് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് സോൾവ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് ഈ ബാറ്ററി റീചാർജ് ചെയ്യുന്ന കണക്ഷനാണ് സോൾവ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് ഈ ഒരു ഫീമെയിൽ സോക്കറ്റിലോട്ട് ഇതിന്റെ കണക്ഷൻ മാറ്റുകയാണ്. അപ്പോൾ ഞാനതും സോൾവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സോൾവ് ചെയ്യാനുള്ളത് ഈ ഒരു സ്പീക്കറും അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്മുടെ ഫീമെയിൽ സോക്കറ്റും മാത്രമാണ്. അപ്പോൾ നമുക്കത് ബോക്സ് വെച്ചിട്ട് അതിനകത്ത് സോൾവ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ബോക്സ് ഇതുകൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സ്പീക്കർ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ബോക്സ് ഉണ്ടാക്കുന്നത് വീഡിയോയ്ക്ക് ലെങ്ത് കൂടിപ്പോകുന്നത് കാണിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ് സാധനം വെച്ചാൽ അത് വെച്ച് നിങ്ങൾ ബോക്സ് ഉണ്ടാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാനുള്ളത്, ഈ ബ്ലൂടൂത്തിന്റെ മൊഡ്യൂൾ ഉണ്ടല്ലോ, ആ മൊഡ്യൂൾ നമുക്ക് ഈ ബോക്സിനകത്ത് ഞാൻ വെക്കാൻ വേണ്ടി ഹോൾഡ് ഉള്ളത് അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ബ്ലൂടൂത്തിന്റെ മൊഡ്യൂൾ നമ്മൾ ഈ ബോക്സിനകത്ത് ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ഇതിന്റെ കണക്ഷൻ എല്ലാം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ കണക്ഷൻ എല്ലാം ഓരോന്നോരായിട്ട് കൊടുക്കാവേ. ഇനി അടുത്ത് നമുക്ക് ഇതിന്റെ പവർ സപ്ലൈയോട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഫീമെയിൽ സോക്കറ്റ് വെക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ സോൾവ് ചെയ്തെടുത്തിട്ട് അതിൽ നിന്ന് 2 വയർ എടുത്തിട്ട് നമുക്ക് ഇതിന്റെ പുറത്തോട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഫീമെയിൽ സോക്കറ്റ് ഇതിനകത്തോട്ട് സോൾവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതും കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഇനി എൻ്റെ അവസാനമായിട്ടുള്ളത് എൻ്റെ സ്പീക്കറിൻ്റെ വയർ കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സ്പീക്കർ എടുത്തിട്ടുണ്ട്. ഇതൊരു 25 വോട്ടിൻ്റെ ഒരു സ്പീക്കറാണ്, അല്ലെങ്കിൽ 6 ഓമിൻ്റെ ഒരു സ്പീക്കറാണ്. ഈ സ്പീക്കർ ഇതിന് പറ്റുന്നതല്ല, എന്നാലും ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സ്പീക്കറിൻ്റെ വയറും നമുക്ക് ഇതിനകത്ത് കറക്റ്റായിട്ട് സോൾവ് ചെയ്ത് കൊടുക്കാം. സ്പീക്കർ നമുക്ക് ഇറക്കി വെച്ചിട്ട് ഇത് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാം. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതെല്ലാം ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി അവരൊന്നും ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചുമ്മാ ഒരു ഇതിനകത്ത് ഉണ്ടാക്കുന്നത്. നല്ലതായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല ബോക്സൊക്കെ ഉണ്ടാക്കി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, എന്നാലും ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത്രയും നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ഈ സാധനം ചെയ്തെടുക്കാൻ പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്ത വീഡിയോ കൊണ്ടാണ് ഇത്ര ഒരു സാധാരണ ബോക്സ് ഒക്കെ ഉണ്ടാക്കി ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു ബാറ്ററി റീചാർജ് ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ സ്വിച്ച് കൊടുത്തിട്ടില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളിന് ഓൾറെഡി ഇതിൻ്റെ റിമോട്ട് വരുന്നുണ്ട്, അതിനകത്ത് ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത് മൊത്തം ചെയ്തെടുത്തേക്കുന്നത് ഏകദേശം 200 രൂപയ്ക്കകത്താണ് എനിക്ക് ചിലവ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എൻ്റെ ബാറ്ററിയും ഈ സ്പീക്കറും എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചിലവ് ഞാനിത് കൂട്ടിയിട്ടില്ല. എന്നിരുന്നാലും ഇതിനും ചിലവ് കുറച്ച് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൂടെ കിട്ടിയ റിമോട്ട്. അപ്പോൾ ഈ റിമോട്ട് ഉപയോഗിച്ച് നമുക്കിത് പവർ ഓൺ ചെയ്യാം. ഇതിൻ്റെ പവർ ഓൺ സ്വിച്ചിൽ നമുക്ക് ഞെക്കി പവർ ഓൺ ചെയ്യാം. ഓൺ ആയിട്ടിരിക്കുകയാണ്. നമുക്കിനി ഇത് ഓൾറെഡി എൻ്റെ ഫോണായിട്ട് ഒന്ന് കണക്ട് ചെയ്തുകൊണ്ട് ഇത് പെയർ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഔട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എല്ലാ മ്യൂസിക്കും കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു കോപ്പിറൈറ്റ് ഇല്ലാത്തൊരു മ്യൂസിക് ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ മാക്സിമം വോളിയം ഇതാണ്.
ഇത് നമുക്ക് വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും റിമോട്ട് ചെയ്യാം. അതുകൊണ്ടൊക്കെ നമുക്ക് ഇക്വലൈസർ സെറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ? അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ബ്ലൂടൂത്തിൻ്റെ സ്പീക്കർ. അപ്പോൾ ഇതെല്ലാവർക്കും സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.